എന്തു പറ്റി? എന്താ രണ്ടുപേർക്കൊരു വിഷമം? എന്ത് കാര്യം മാധവേട്ടാ? പ്രകാശും മനോജും വീണ്ടും വർക്ക്ഷോപ്പിൽ വന്നിരുന്നു. എന്തിന്? സ്ഥലം അളക്കാൻ വേണ്ടി അളവുകാരെയും കൊണ്ടാ വന്നത്. ഈശ്വര, അളവുകാര് കൊണ്ടുവന്ന ഉപകരണങ്ങളൊക്കെ ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞു. ആ വസ്തുവിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. അവിടെ വർക്ക്ഷോപ്പ് നടത്താൻ അനുവദിക്കില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഭീഷണി മുഴക്കിയിട്ടാ മക്കള് പോയത്. അത് ശരിയാ. ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ മക്കൾക്ക് വാശി കൂടും. അവരിനി ഉപദ്രവിക്കാൻ വരും. ചിലപ്പോ ഇത് കണ്ടെത്തി ഇവിടെയും വരും. ഏത് അർദ്ധരാത്രിയിലും എന്ത് ചെയ്യാൻ മടിക്കാത്തവരാ. വേണ്ട മോനെ, വരുന്നത് പോലൊക്കെ വരട്ടെ. ഇവിടെ തന്നെ താമസിക്കാം. അമ്മേ, ഞങ്ങളെ അന്യരായിട്ടല്ല, സ്വന്തം മക്കളായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരണം. വിനുവേട്ടനെ വളർത്തിയ കടം അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വീട്ടണം അമ്മേ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനി ഈ ബസ്സിൽ കിടക്കാൻ പോവാ. ഈ അവസ്ഥയില് നിങ്ങളിവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോയാ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അതാ നിങ്ങൾ ഞങ്ങളോട് വരണം അമ്മേ. ചന്ദ്രു, പിള്ളേരുടെ അപേക്ഷ മാനിക്ക അല്ലേ? സ്വന്തം ചോരയിൽ പിറന്ന മക്കള് കഴുകന്മാരെ പോലെ വന്ന് കൊത്തി തിന്നാൻ തക്കം പാർക്കുന്നു. ഈ അവസ്ഥയില് വളർത്തുമക്കളുടെ ചിറകിനടിയിൽ തന്നെ അഭയം തേടാം. അതാവും വിധി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ജിതേന്ദ്ര, നീ എങ്ങോട്ടാടാ? അല്ല, അനിയനും അനിയത്തിയും കൂടി കുറെ കാലത്തിന് ശേഷം വന്നതല്ലേ, അപ്പോ ഒരു കമ്പനി കൊടുക്കാന്ന് കരുതി. കമ്പനി കൊടുക്കാൻ നിന്റെ തന്ത വല്ല കമ്പനി എഴുതി തന്നിട്ടുണ്ടോ? ഉണ്ടപ്പച്ചി. ജിതേന്ദ്രൻ KS, കരുണാകരക്കുറുപ്പ് സുമലത എന്ന ഇൻഷ്യല്. അതേ ഇൻഷ്യല ജഗനും. ജഗൻ KS. അപ്പച്ചക്ക് എടുത്താ പൊങ്ങാത്ത പിടിപാടല്ലേ? ആ ഇൻഷ്യലുകൾ രേഖകളിൽ നിന്നും ഒന്ന് മാറ്റുക. ഞാനും അപ്പച്ചിയുടെ പിന്നിലെ പാറ പോലെ ഉറച്ചു നിൽക്കാം. ഓഹോ, വലിയ സൗകര്യത്തിലായി പോയില്ലേ? അമ്മ ജ്യൂസ് മാത്രമേ കുടിക്കൂ. പ്രകാശേട്ടാ, അമ്മ ജ്യൂസ് അങ്ങനെ കുടിക്കാറില്ല. അമ്മയുടെ ഷുഗർ ലെവൽ കുറഞ്ഞുപോയി, അതാ പെട്ടെന്ന് ജ്യൂസ് കൊടുത്തത്. ഓ, അങ്ങനെയാണോ? വെറുതെ ഇരുന്ന് തിന്നുന്നോണ്ടാ ഈ ഷുഗറൊക്കെ അങ്ങോട്ട് കുറഞ്ഞു പോകുന്നത്. തള്ള നന്നായിട്ട് ചെറുത്തുണ്ടല്ലോ. വെറുതെ കിട്ടുന്നതാണെന്ന് കരുതി വലിച്ചു വാരി തിന്നരുതെന്ന് പറയണം. വെറുതെ ഇരുന്ന് തിന്നുമ്പോ തിന്നുന്നവരെ ഓർത്തില്ലെങ്കിലും ഊട്ടുന്നവരെ ഓർക്കണം. അങ്ങനെ വെറുതെ ഇരുന്ന് തിന്നാനൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല. നന്നായിട്ട് പണിയെടുത്തിട്ടാ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അത് ഞാൻ കാണുന്നുണ്ട്. 24 മണിക്കൂറും തീറ്റയും TV കാണലും. പെറ്റ തള്ളയുടെയും ജനിപ്പിച്ച തന്തയുടെയും വില അറിയാത്തവനാ അമ്മായിയമ്മയെ കുറ്റം പറയുന്നത്.
നിർത്തിക്കോണം. വേണ്ടാത്തൊക്കെ പറഞ്ഞ് എന്നെ അപമാനിക്കുന്നോ? അമ്മ ആരെയും അപമാനിക്കുന്നില്ല. സ്വന്തം അച്ഛനെയും അമ്മയും നിങ്ങൾ നന്നായിട്ട് ദ്രോഹിക്കുന്ന കാര്യമൊക്കെ അമ്മ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതേ അവര് വിളിച്ചു പറഞ്ഞുള്ളൂ. എന്റെ അച്ഛനമ്മമാര് ചെയ്യുന്നത് പോലെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് മുഴുവനും തിന്നു മുടിക്കാനാണ് നിന്റെ അമ്മ വന്നിരിക്കുന്നത്. എന്തൊക്കെ വേണ്ടാതീനങ്ങളായി പറയുന്നേ? ഞാൻ പറയുന്നൊക്കെ 100% സത്യമാടി. എനിക്കിത് വേണം, ഞാനിത് കേൾക്കണം. അന്യന്റെ വീട്ടിൽ അടുക്കളപ്പണിയെടുത്ത് മാനം മര്യാദയായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞവളാ ഞാൻ. മോള് പുതിയ വീടുണ്ടാക്കുന്നെന്ന് കേട്ടപ്പോ മതി മറന്ന് വലിഞ്ഞു കയറി വന്നവളല്ല ഞാൻ. മരുമോൻ വന്ന് കാല് പിടിച്ച് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാ. ഞാൻ തന്നെ ഇത് കേൾക്കണം. പണത്തിന് കുറിച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ, ഇതുവരെ അന്തസ് വിറ്റ് ജീവിച്ചിട്ടില്ല. മോളെ, ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. തള്ളയുടെ പോക്ക് കണ്ടില്ലേ? തിന്നുന്നതെല്ലാം എല്ലിന്റെ ഇടയിൽ കയറുന്ന കേടാ നിന്റെ തള്ളക്ക്. നിന്റെ തള്ള പോയാലേ എനിക്കൊരു ചുക്കുലടി. എന്റെ പെറ്റമ്മ എനിക്ക് പ്രാണന. അവരെ അപമാനിച്ച ഞാൻ ക്ഷമിക്കില്ല. പിന്നെ നീ എന്നെ അങ്ങോട്ട് മൂക്കി കയറ്റാൻ പോവല്ലേ? ഒന്ന് പൊടി.